Hey guys, what's up? This is Nikhil Elise, guys. So, അപ്പൊ ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ബാംഗ്ലൂർ വന്നിട്ട് 4 ദിവസം ആവുന്നു. 4ാമത്തെ ദിവസം നമ്മുടെ അജയുടെ ബർത്ത്ഡേ ആണ്. അജയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. 30 സോറി എന്റെ കൊച്ചാട്ടന്റെ പിന്നെ അജയുടെ ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും 30 അങ്ങനെ 40. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അളിയന്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പരിപാടികളാണ്. പിന്നെ ബാക്കി ഇതിന്റെ അപ്പൊ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പരിപാടികളാണ്. ശരത്തിനാണ് നിനക്ക് അവന് കൂടുതൽ ഇഷ്ടം, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർ വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഫ്റ്റർ ലോങ് ടൈം എന്നെ വന്ന് അരുൺ വിളിച്ചായിരുന്നു. ആ വീഡിയോ പോലെ നിങ്ങൾ കണ്ടിട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ഫസ്റ്റ് ഞാൻ കാണാൻ പോകുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും കൊല്ലാതെ എന്നടാ. അന്ന് നമ്മൾ അജയുടെ വീട്ടിൽ പോയതിനു ശേഷം അരുണ എപ്പോഴാണ് കാരണം അതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല. ഗോതയിലേക്ക് പോവുകയാണ് ഗൈസ്. ഇത്ര ദിവസമായിട്ടല്ലേ പോയിട്ട് ഇവിടെ വന്നിട്ട് അവന്മാരൊക്കെ ഉറക്കമായിരിക്കും. എന്നെ തട്ടി എണീപ്പിക്കണം. Hey guys, what's up? This is Nikhil Elise, guys. നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാല് കിടക്കണ കിടപ്പ് കണ്ടോ? നീ അഭിനയിക്കല്ലേ നടത്തേണ്ടി. ആഞ്ജനേയ സ്വാമി എങ്ങനെ പോണു? ചാള വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങുക. കണ്ടു ഗൈസ്, എന്നാടാ ഇവിടെയെല്ലാം കിടക്ക. അവന്മാരെ ചന്തി കണ്ട് ആശ്വസിക്കുക. ഇത് ലിജോയുടെ ചന്തി കണ്ട, ഇതാണെന്ന് കണ്ടോ? ഇത് ലിബിന്റെ ചന്തിയോടെ. എന്ത് വലിയ ചന്തിയാണോ നിന്റെ? ശരത്ത് എന്താ കിടക്കുന്നത്, അജയ് കിടക്കുന്നു. യോമരൊക്കെ എണീറ്റിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റിവ്യൂ ആണ് ഞാൻ എടുക്കാൻ വേണ്ടി പോണ. ലിബിന്റെ കുണ്ടി റിവ്യൂ. ഇവിടെ 1 2 3 4 5 6 കുണ്ടിയുണ്ട്. 6 കുണ്ടീന്റെ റിവ്യൂ എടുക്കാൻ പോണ. ഇപ്പോഴേ ലിജോ എടുത്ത് മൂടി പുതച്ച്. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു കനഡിയൻ കുണ്ടിയുടെ റിവ്യൂ ആണ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് കുണ്ടി റിവ്യൂയിൽ അങ്ങ് ഒതുക്കാം. അത് കേരള ജനക്കൂട്ടം നിങ്ങൾ കാണുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അതിമാസ്മരമായ ഒരു കുണ്ടി റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ നമ്മളെ കുണ്ടി റിവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ശരത്താണ് ഫ്രം ചെന്നൈ. ഓക്കെ, അന്ത കുണ്ടി പറന്ന് പൊഴിച്ച് കക്കൂസിനെ കൊണ്ട് ഇറക്കാങ്ക ഞാൻ മറുവേ. നീ ഇന്ന് കക്കൂസിന്ന് പോലും ഇറങ്ങൂല. പിന്നെ നീ ഇന്ന് കക്കൂസിന്ന് ഇറങ്ങൂല. നീ അകത്ത് കയറിയാ നീ അകത്തിന്ന് ഇറങ്ങൂല. ഞാൻ വെളിയിലിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മള് ശരത്തണ്ണന്റെ കുണ്ടിയാണ്. ഞാൻ കൊച്ചു കള്ളം കിടക്കണം. ഇത് ശരത്തണ്ണന്റെ കുണ്ടിയാണ്. ഇതിന്റെ ഹോഴ്സ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഹോഴ്സ് പവറും ഒരു 30 NM ടോർക്കും ഉണ്ട് ഈ സാധനത്തിന്. ഓക്കെ, ഇത് ട്വിൻ ടർബോ ആണോ? ആണോ? എങ്ങനെ സ്പീഡ് എത്ര ഉണ്ടോ? സ്പീഡില്ലേ? ഓക്കെ, ഇത് കണ്ടോ? ഇത് നമ്മളെ ആൻഡ്രോയിഡ് പോലെയാണ് കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ എടാ കട്ടിയാക്കാതെടാ, നോർമലായിട്ട് എടാ. ഇത് എടാ എത്ര ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലേ ഇത്? എങ്ങനെയുണ്ട്? മൈലേജ് കിട്ടുന്നുണ്ടോ? എവിടെ ഇറക്കും? കുറെ ഓടും അല്ലേ? അപ്പൊ ഇതാണ് ശരത്തന്റെ കൊണ്ട് റിവ്യൂ. ഇവിടെ ഈ സ്റ്റാൻഡ് കിട്ടാൻ പറ്റുമോ ഇടയില്? ഇല്ല. ഓക്കെ, വെച്ചിരിക്കണോ? ജിമ്മണ്ടാ ലിബിനെ ഈ മര്യാദക്ക് ഇപ്പൊ തുറക്കണേണ് നിനക്ക്. മോഹം കാണിക്കാൻ ഇനി കുണ്ടി. അടുത്ത നമ്മളെ 30 NM
ഇനി അടുത്ത് കാണാൻ പോകുന്ന 30 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്വിൻ ടർബോ എഞ്ചിൻ കുട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് 20 NM ടോർക്ക്. അത് കൈയല്ലടാ. അപ്പൊ ഗൈസ് ഇത് 30 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിമാത്മീയമായ കുണ്ടിയാണ്. നീ എന്താ വസ്ത്രാഭിഷേകം ഇത് 50 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം. ബാഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം കാട് കയറി മൊത്തം ഒന്നും കാണാൻ പറ്റുന്നില്ല. അജയ് കിടന്ന് ഉറങ്ങട്ടെ. ഇനി അവൻ എണീക്കുകയാണെങ്കിൽ എന്നെ പള്ളു വിളിക്കും. എടാ അവ എവിടാ? എടാ നീ തൂറാൻ കയറിയതാണോടാ? ഓക്കെ താങ്ക് യു. പല്ല് തേക്കാൻ പോവില്ലേ? നീയൊക്കെ രണ്ടുപേരുമായിട്ടേ വരുവുള്ളൂ. അവ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി? അനക്കൊള്ളായല്ലേ? പട്ടിയെ ഓടിക്കുമ്പോ എന്താ എടാ നീ പട്ടി ഓടിക്കുമ്പോലെ ഓടിക്കും. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മള് വന്നതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചായക്കടയിലോട്ട് പോവാണ്. ഹായ് ഗൈസ്, ഇത് ലിബിൻ എന്നെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താടാ ചെയ്തവനെ? നീ എന്താടാ ചെയ്തേ? ഞാൻ ഇതാണ് ഗൈസ് പശു. നിനക്ക് പശുവിനെ കാണാൻ തിരിച്ചറിയാവോ? നിനക്ക് വല്ല അറിയോ? കാനഡയിൽ അവൻ കിടലാണ് ഗൈസ്. അവിടുത്തെ പശുവിന്റെ എല്ലാ കാര്യവും. നീ എന്ത് ഒഫൻസീവ് ആയിട്ടുള്ള വർത്തമാനങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ശരിയാണ്. ക്ലാസിക് ശരത് ഫൈനലി ഹിയർ. 30 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിന്റെ പകർ സ്പീഡ് ഫിഗേഴ്സ് ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തില്ല. അത്ര അടിപൊളി അല്ലടാ? അവന്റെ തലയിൽ നീ എന്താ ഇടാക്കിയത്? നീ പറ. അവന്റെ തലയിലെ ഗ്യാപ്പ് നല്ല രസമുണ്ട് കാണാൻ. പണ്ടത്തെ സിനിമ ഏത് സിനിമ നടൻ? ജമിനി ഗണേശ്. കുടിയടാ, ചായ കുടിക്കല്ലേ? എല്ലാ ദിവസവും ചായ കുടിക്കുന്ന സ്ഥലമായിരുന്നു അത്. ചായ വളരെ നല്ലതായിരുന്നു. ചായക്ക് മധുരം ഉണ്ടായിരുന്നു. എന്നാടാ എന്നാടാ ഇത് പാത്ത എന്നാടാ അങ്ക എന്നെ എടാ മരോടാ അത് എപ്പിടാ அந்த இடையிலான நல்லா இருக்குல்ல? அது நல்லா இருக்கு. நெக்ஸ்ட் அங்க போ சைலன்சர். സൈലൻസർ ഇതൊക്കെ അങ്ങനത്തെ കളി. ഡാനി ഡാനിയൽസും ജോണി സിൻസും അത് വേറെ കളി. വിദേശ യാത്ര നീ VPN ഓൺ ആക്കാറുണ്ടോ രാത്രി? എടാ നന്ദിനി വിളിക്കണ്ടാ. ആനന്ദിനെ പറ്റിട്ട് 2 വാക്ക്. ഇത് ബിഗ് ബോസ് ഉള്ള പോലെ മ്യൂട്ട് ചെയ്തോണ്ടി വരുമല്ലോ. നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് മഴയുണ്ടോ? നാട്ടിൽ നല്ല മഴയുണ്ടോ? കുഞ്ഞ അപ്പം മഴ. അത് മഴയല്ല.